എല്ലാ മാന്യപ്രേക്ഷകർക്കും അഞ്ജൂസ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുവാതിരകളി പഠിപ്പിക്കുവാനല്ല, മറിച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പം ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, പുറത്തൊരാൾ പോലും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും ഒന്നും പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിക്കുന്ന കുറച്ച് കുട്ടികൾ ചിറമുട്ട അമ്പലത്തിൽ വെച്ച് പിന്നൽ തിരുവാതിര കളിക്കുകയുണ്ടായി. അതിന് ഒരു വലിയൊരു അപ്രീസിയേഷൻ എനിക്ക് കിട്ടി. കാരണം ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് ഒരു ചോട് പോലും തെറ്റിക്കാതെ അത് കളിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നൽ തിരുവാതിര കളിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര മാത്രമാണ്. ഓക്കെ, അപ്പം ആ തിരുവാതിരകൾ കഴിഞ്ഞപ്പം ഒരുപാട് ചോദ്യശരങ്ങൾ എൻ്റെ നേർക്ക്. അതായത് എത്ര രൂപയാണ് ഫീസ് വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്, അതിനല്ലേ കുട്ടികളെ കൊണ്ട് പല പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആരും എന്നോട് നേരിട്ടല്ല ചോദിക്കുന്നത്. പക്ഷേ ചോദിച്ച ആൾക്കാർ എന്നോടുള്ള പരിചയം കൊണ്ട് എന്നോട് പറഞ്ഞു ഒരുപാട് പേര്. അപ്പം ഈ കാര്യങ്ങൾ, ഈ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരമാണ് ഞാൻ സത്യമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഏകദേശം 1 വർഷമായി ഞാൻ തിരുവാതിര കളി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് ആദ്യത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഇതേ അമ്പലത്തിലൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് വലിയവർ കളിക്കുന്നതിനെക്കാട്ടി അടിപൊളിയാണ് കൊച്ചു പിള്ളേർ കളിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ, കുറച്ച് കുട്ടികളെ നമുക്കൊന്ന് പഠിപ്പിച്ചിട്ട് നമ്മുടെ പരിപാടിക്കൊന്ന് കയറ്റാം, അതോടുകൂടി കഴിയും. കാരണം വേറെ പേര് നമുക്ക് കിട്ടുമെന്ന് പോലും നമുക്കൊരു ഉറപ്പില്ലായിരുന്നു അന്ന്. അപ്പോൾ അത് രസമല്ലേ എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോയത്. അന്ന് ഇത് മുന്നോട്ട് പോകുമെന്നൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു പബ്ലിസിറ്റി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ വാട്സപ്പ് നമ്പറുള്ള കുറച്ച് ചേച്ചിമാർ, പെൺമക്കളുള്ള കുറച്ച് പേരോട് എൻ്റെ ഈ കാര്യം ഞാൻ പറഞ്ഞു, വിടാൻ താല്പര്യമുണ്ടെങ്കിൽ വിടണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരിൽ കുറച്ച് പേര് അന്ന് ചോദിച്ചായിരുന്നു, ഫീസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിട്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് വേറെ കുറച്ച് ചേച്ചിമാരും കൂടെ എൻ്റെ അടുത്ത് കുട്ടികളെ വിട്ടായിരുന്നു. അങ്ങനെ അന്ന് എൻ്റെ ഫസ്റ്റ് ബാച്ചിൽ 12 കുട്ടികളാണ് അന്നുണ്ടായിരുന്നത്. വളരെ ഗംഭീരമായിട്ട്, അതായത് ഞങ്ങൾ ഡിസംബറിൽ പ്രാക്ടീസ് തുടങ്ങി. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 4-നായിരുന്നു കഴിഞ്ഞ വർഷം പ്രോഗ്രാം. വളരെ സൂപ്പറായിട്ട് അത് കുട്ടികളെ സ്റ്റേജിൽ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ആവേശമായിരുന്നു. അടിപൊളിയാണല്ലോ പരിപാടി, ഇനി നമുക്ക് കൂടുതൽ വേണമെന്ന് എനിക്ക് തന്നെ ഒരു ആവേശമായിരുന്നു. അതുമല്ല, ആ സ്റ്റേജ് കളിച്ച് കഴിഞ്ഞപ്പം വേറെ കുറേ പേരൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ പിള്ളേരെ കൂടെ പഠിപ്പിക്കാമോ, നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്വീകരിച്ചു. വരുന്നവരെല്ലാം വന്നു, നമുക്ക് പഠിക്കാം, നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ അരങ്ങേറ്റത്തിന് കയറുമ്പം ഇനിയിപ്പം ഞാൻ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഈ തിരുവാതിരകളി പഠിപ്പിക്കുന്നതിന് 1 രൂപ പോലും ഈ നിമിഷം വരെ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ടില്ല. ഒരിക്കലും തിരുവാതിരകളി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് എനിക്ക് സാമ്പത്തിക ലാഭത്തിനല്ല. എൻ്റെ പ്രൊഫഷൻ ഒരു ടീച്ചർ എന്നുള്ളതാണ്. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്, നെടുമുടി ജ്ഞാനസമാജ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ഫിക്സേഷനൊന്നും ആയിട്ടില്ല, പക്ഷേ അതാകും. അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടും, ഗവൺമെൻറ്റായിട്ട് എനിക്ക് ശമ്പളം തരും. ഇപ്പം എൻ്റെ വരുമാന മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി. 9ാമത്തെ ബാച്ച് SLC ബാച്ച് കുട്ടികളാണ് ഈ വർഷം എൻ്റെ അടുത്ത് പാസ് ഔട്ട് ആകാൻ പോകുന്നത്, ഫിസിക്സ് കെമിസ്ട്രി. അവരിൽ നിന്ന് ഞാൻ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. 2 വർഷം മുന്നേ വരെ, അതായത് ഫിസിക്സ് ഒരു സബ്ജക്റ്റിന് 250, കെമിസ്ട്രി ഒരു സബ്ജക്റ്റിന് 200, ആ രീതിയിലാണ് ഞാൻ വാങ്ങിക്കുന്നത്. 450 രൂപയാണ് ഫീസ് ഞാൻ വാങ്ങിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കെല്ലാം പറയാം. കാരണം എന്തിനാണ് നമ്മൾ വെറുതെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ ചീത്തയായി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഓപ്പണായിട്ടങ്ങ് പറയുകയാണ്. 450 രൂപയാണ് ഒരു കുട്ടിയുടെ എനിക്ക് ഫീസ് കിട്ടുന്നത്. 30-ൽ പരം കുട്ടികൾ എൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കുന്നുണ്ട്. അത് എനിക്ക് സാമ്പത്തിക ലാഭം കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു വരുമാന മാർഗ്ഗമാണ്. അല്ലാതെ തിരുവാതിര കളി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും എനിക്ക് സാമ്പത്തിക ലാഭം കിട്ടാനല്ല. ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക. ഇന്ന് ഈ നിമിഷം വരെ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ അരങ്ങേറ്റത്തിന് കയറുമ്പം ദക്ഷിണ കുട്ടികൾ തരാറുണ്ട്. ആ ദക്ഷിണയ്ക്കകത്ത് 100 രൂപ മുതൽ 500 രൂപ വരെ എനിക്ക് ദക്ഷിണ, 500 അല്ല 1000 രൂപ വരെ എനിക്ക് ദക്ഷിണ തന്ന കുട്ടികളുണ്ട്. 100 രൂപ തന്നത് ആരാണോ, 1000 രൂപ തന്നത് ആരാണോ, സത്യമായിട്ടും എനിക്കറിയില്ല. പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അതും ആ കിട്ടുന്ന ദക്ഷിണ അതേപടി ആ ബാഗിൽ കൊണ്ട് ഇടുന്ന പോലെ ഞാനല്ല.
പലപ്പോഴും ഞാനല്ല, കാരണം പരിപാടി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റിന് പുറകെ ഞാനങ്ങ് പോകും. അത് ഭയങ്കര തിരക്കാണ്. പിന്നെ അപ്പോൾ ആ കാശൊക്കെ കൊണ്ട് ഇടണം, ഒന്നെങ്കിൽ എൻ്റെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ കളിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് ആരാ തന്നത്, എത്ര രൂപയാണ് തന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനായിട്ട് ഇത്ര രൂപ നിങ്ങൾ അരങ്ങേറ്റത്തിന് കയറുമ്പോൾ തരണം എന്ന് ഒരാളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് തരുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ് എത്ര രൂപ തരണം എന്നുള്ളത്. പിന്നെ എൻ്റെ കൂടെ തിരുവാതിര കളിക്കുന്ന കുട്ടികളുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല പേരൻസ്, ഞാൻ വെറുതെ പറയുകയാണ്, ഇത്രയും നല്ല പേരൻസ്. ആ കുട്ടികളെ അവരുടെ പുറകെ കുട്ടികളെ ആദ്യത്തെ സെറ്റ് 2-3 പരിപാടിക്കൊക്കെ ഞാൻ തന്നെ ആയിരുന്നു വീട്ടിൽ ഒരുക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കൊരു കുഞ്ഞു മോളാണ്, അപ്പോൾ എല്ലാം കൂടെ എനിക്ക് പറ്റാഞ്ഞിട്ട് ഞാൻ അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരുക്കിക്കൊണ്ട് കുട്ടികളെ വന്നാൽ മതി, എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല. പലപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് അപ്പോൾ പേരൻസാണ് കുട്ടികളെ ഒരുക്കിക്കൊണ്ട് പോലും വരുന്നത്. പിന്നെ കിണ്ണം കളി ആദ്യത്തെ ബാച്ച് കുട്ടികൾ കയറിയപ്പോൾ കളിച്ച 10 പേരും എനിക്ക് ദക്ഷിണ തന്നില്ല. അവരുടെ പേരൻസിന് തോന്നി 2-3 പേര് എനിക്ക് ദക്ഷിണ തന്നിട്ടുണ്ടായിരുന്നു. ദക്ഷിണ തന്നാൽ അത് ഞാൻ വാങ്ങിക്കും. ഒരിക്കലും നീട്ടുന്ന ദക്ഷിണ നിന്ദിക്കാനോട് ഞാൻ പഠിച്ചിട്ടില്ല. അതിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കിയിട്ടില്ല. ഇപ്പോൾ 1 രൂപയുടെ ഒരു നാണയമാണെങ്കിൽ പോലും എനിക്ക് അതൊരു വലിയ കാര്യമാണ്. അതെനിക്ക് കിട്ടുന്ന ദക്ഷിണയാണ്, എൻ്റെ കഷ്ടപ്പാടിന് എനിക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമാണ്. അതല്ലാതെ എനിക്ക് സാമ്പത്തിക ലാഭമല്ല, ഒരിക്കലുമല്ല. ഒരുപാട് സങ്കടമുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ഒത്തിരി വിഷമം തോന്നും. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സമയം ഞാൻ സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞ് ഞാൻ ട്യൂഷന് പോയി. ആ ട്യൂഷന് ഞാൻ തിരിച്ചിറങ്ങുന്നത് വരെ അമ്മ അവരെ പ്രാക്ടീസ് ചെയ്യിക്കും. അതും കഴിഞ്ഞ് 6 മണിക്കാണ് ഞാൻ പിന്നെ അടുത്ത സെറ്റ് പ്രാക്ടീസിനായിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യമാണ്, ഈ ചോദിക്കുന്നവരൊന്നും എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ രീതിയിലാണ് ഞാൻ വിടുന്നു. ചിലപ്പം അവർക്കറിയത്തില്ലാത്തതെന്ന് അവർ പറയുന്നതായിക്കോട്ടെ, ആയിരിക്കാം. അപ്പോൾ ഈ വീഡിയോയോട് കൂടി അവരത് മനസ്സിലാക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തിരുവാതിര അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞപ്പോഴും ഒരു കുട്ടി 100 രൂപ വെച്ചിട്ട് എനിക്ക് ദക്ഷിണ തന്നിട്ടുണ്ടായിരുന്നു. വലിയ കുട്ടികളിലെ കിണ്ണം കളിയും കോലടിയും കൂടെ ഞാനൊരു സെറ്റ് കൊറിയോഗ്രാഫി ചെയ്തെടുത്തപ്പോൾ അതിനും എനിക്ക് പേരൻസ് 100 രൂപ വെച്ചിട്ടും മറ്റോ ദക്ഷിണ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഓരോ പുതിയ ഐറ്റം സ്റ്റേജിൽ കയറ്റുമ്പോഴും പേരൻസ് അവർക്ക് ഇഷ്ടമുള്ളത് എനിക്ക് തരാറുണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്നതുമുണ്ട്. അത് സാമ്പത്തിക ലാഭമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാമ്പത്തിക ലാഭമല്ല, ഒരിക്കലുമല്ല. പിന്നെ വേറെന്തോ ഞാൻ പറയാനിപ്പോൾ വന്നപ്പം ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പോലും പുറത്തേക്ക് വരുന്നില്ല. ഒരു പ്രാവശ്യം എനിക്കൊരു കുട്ടിയുടെ പേരൻ്റ്, അത് ആ കുട്ടി അവൾ ഇവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് അവൾ കളിക്കത്തേ ഇല്ലായിരുന്നു. സ്റ്റെപ്പ് വളരെ ബുദ്ധിമുട്ടിയാണ് അവൾ കളിച്ചുകൊണ്ടിരുന്നത്. അവൾ ആ അരങ്ങേറ്റ ദിവസം ആയപ്പോഴത്തേക്കും അവൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഓക്കെ, അപ്പോൾ ആ പേരൻറ്റിന് തന്നെ എന്നോടൊരു അല്ലെങ്കിൽ നമ്മളോടൊരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോടൊരു ഇതുകൊണ്ടോ എനിക്കൊരു സാരി സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു സാരി, അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മളൊരിക്കലും ഒരു ലാഭേച്ഛ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ഓരോ സമ്മാനങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ പിന്നൽ തിരുവാതിര കുഞ്ഞുങ്ങൾ, അത് ആദ്യമായിട്ടാണ് 11 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ പിന്നൽ തിരുവാതിര കളിക്കുന്നത്. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുമുണ്ട്. വേറെ ഒരാളും ആ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടില്ല. ശിവപുത്രയുടെ കുട്ടികളാണ് ആ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അത് കളിച്ച് കഴിഞ്ഞപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ ഒരു പൊന്നാട പോലെ അണിയിച്ച് എനിക്കൊരു ആദരവ് തന്നു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രതിഫലമാണ് എനിക്കത്. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങൾ. റെക്കഗ്നേഷൻ എന്നുള്ളത് മാത്രം. അതായത് നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാട് മറ്റൊരാളെ തിരിച്ചറിഞ്ഞ് അത് നന്നായിട്ടുണ്ട് അഞ്ചു, ഇനി അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പോഴും എൻ്റെ ഒരു അറിവിൽ എൻ്റെ അടുത്തൊരു 30 കുട്ടികളോളം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 പേരാണ് കളിക്കുന്നത്. ബാക്കി 10 കുട്ടികൾ പല കാരണങ്ങൾ വെച്ചാൽ പ്രാക്ടീസിന് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട്, അച്ഛനമ്മയ്ക്കൊക്കെ വയ്യാതെ വരുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ഥലം മാറിപ്പോയവർ, ചെങ്ങന്നൂർ പോയി താമസാക്കിയവർ, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ആ 10 കുട്ടികളോളം മാറി നിൽക്കുന്നത്. അവർക്കൊരു ചാൻസ് കിട്ടിയാൽ അവർ ഇനി എൻ്റെ കൂടെ ജോയിൻ ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇനി അണിയറയിൽ ഒരു 8 കുട്ടികളെ ഞാൻ ഒരു 2 മാസം കഴിയുമ്പോൾ ഒരു അരങ്ങേറ്റം വരുന്നുണ്ട്. അതിന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു ലാഭം ഉണ്ടായിട്ടല്ല, ഇത് എൻ്റെ സന്തോഷം, ഇതെൻ്റെ പാഷൻ, പൂർണ്ണമായിട്ടും എൻ്റെ പാഷൻ. സ്കൂളിൽ പോവുക, 8:15 സ്കൂളിൽ പോകും. തിരിച്ച് ഞാൻ വരുന്നത് 4:45 മണിക്കാണ്. വന്നാൽ ഉടനെ 5 മണിയാകുമ്പോൾ നേരെ ട്യൂഷന് കയറും. 6:15 തിരിച്ചിറക്കാൻ. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രസ്ട്രേറ്റഡ് ലൈഫിൽ നിന്ന് ഞാൻ
അധ്യാപനം എനിക്കൊരിക്കലും ഫ്രസ്ട്രേഷനാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ക്ഷീണവും ഇതൊക്കെ വരും. അത് സ്വാഭാവികമല്ലേ. എത്ര ഇഷ്ടമുള്ള ജോലി ചെയ്താലും നമുക്ക് അതിനോടൊരു ക്ഷീണം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വന്നു പോകും അല്ലേ. അപ്പോൾ ആ ഫ്രസ്ട്രേഷനിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടാനായിട്ടാണ് ഞാൻ ഈ തിരുവാതിര കളിയിലേക്ക് ഇറങ്ങിയത് തന്നെ. അത് കഴിഞ്ഞ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പം ഞാൻ ഒരു കുട്ടിയോട് ഒരു വർഷം ക്ലാസ്സിൽ ചോദിച്ചു, മക്കളെ കേരളത്തിലെ അനുഷ്ഠാന കലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പം ഒരു കുട്ടി പറഞ്ഞു കൈകൊട്ടിക്കളിയാണ്. അതെനിക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. ഈ പിള്ളേരെന്നെ ഈ പറയുന്നത് കൈകൊട്ടിക്കളി എന്ന് പറയുന്ന കലാരൂപം അനുഷ്ഠാന കല എങ്ങനെ ആവുന്നത്? അപ്പോൾ കൊച്ചു പിള്ളേരുടെ മനസ്സിൽ തിരുവാതിര കളിയും കൈകൊട്ടിക്കളിയും ഒന്നാണ് എന്ന ധാരണ ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കിതായിരുന്നു ഫ്യൂച്ചർ ജനറേഷൻ, അടുത്ത ജനറേഷനെ തിരുവാതിരകളി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെയാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. പിന്നെ ഒന്നും എൻ്റെ മാത്രം എടുക്കല്ല, ഒരിക്കലും എൻ്റെ മാത്രം എടുക്കല്ല. ഞാനിതൊക്കെ ചെയ്യണമെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ് എല്ലാവരും പൂർണ്ണമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആ കടപ്പാടാണ്, അതൊരു കടപ്പാടാണ് എനിക്ക് ശരിക്കും. അല്ലാതെ ഒരിക്കലും ഞാൻ ഒരാൾ വിചാരിച്ചതൊന്നും നടക്കാൻ പോകണ്ട. പിന്നെ എൻ്റെ കുട്ടികളുടെ പേരൻസ്, എടുത്തു പറയണം, എൻ്റെ കുട്ടികളുടെ പേരൻസ്, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതൊന്നും അറിയാതെ പുറത്തുനിന്ന് കളി കണ്ട് അതിൽ കുശുമ്പെടുത്ത്, അല്ലെങ്കിൽ അതിൽ എന്താ എനിക്കറിയില്ല, നമ്മൾ നന്നായി പോകുന്നതുകൊണ്ടുള്ള ഇതാണോ എനിക്കറിയില്ല, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണിത് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നലുള്ളവർ ദയവ് ചെയ്ത് അതിവിടെ വെച്ച് നിർത്തിയേക്കണം. 1 രൂപ പോലും ഫീസ് വാങ്ങിച്ചിട്ടല്ല ഞാൻ തിരുവാതിര പഠിപ്പിക്കുന്നത്. ഇത് എൻ്റെ പ്രൊഫഷനല്ല, ഇതിൻ്റെ പാഷൻ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടായിരുന്നു പലപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പറഞ്ഞു കേട്ട് കുറച്ച് കാര്യങ്ങളെ നമ്മളെ മോശമായിട്ടല്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം സത്യം എന്നും എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും